ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ എല്ലാവരുടെ വീടുകളിലുള്ളതാണ് ഈ കൊതുക് ബാറ്റ്. ഇത് വാങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ പവർ കുറഞ്ഞു പോകും, അല്ലെങ്കിൽ ഇത് കംപ്ലൈൻ്റ് ആയി പോകും. ഇപ്പോഴത്തന്നെ നമ്മളെടുത്ത് കളഞ്ഞിട്ട് പുതിയത് വാങ്ങും. ഇനി ഇതുപോലെ കംപ്ലൈൻ്റ് ആയ ബാറ്റുകൾ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ റിപ്പയർ ചെയ്യാൻ നോക്കിയാലോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിൽ പോകാം. ഈ കൊതുക് ബാറ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് 479 രൂപയ്ക്ക് 2 കൊല്ലം മുന്നേ വാങ്ങിയതായിരുന്നു. ഹിറ്റ് എന്ന ബ്രാൻഡിൻ്റെ ആയിരുന്നു. ഈ ബാറ്റ് ഉപയോഗിച്ച് 2 വർഷമായപ്പോൾ തന്നെ അതിൻ്റെ കറക്റ്റായിട്ട് നമ്മൾ കൊതുകിനെയൊക്കെ പിടിക്കുമ്പോൾ പൊട്ടലും കുറഞ്ഞായിരുന്നു, പിന്നെ ചാർജും കറക്റ്റായിട്ട് കയറുന്നില്ലായിരുന്നു. നമുക്കിത് 2 രീതി റിപ്പയർ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ ഇതിൻ്റെ ബോർഡ് ഫുള്ളായിട്ട് മാറി വെച്ചും, അല്ലെങ്കിൽ ഈ ബോർഡിലുള്ള സാധനങ്ങൾ പോയത് മാത്രം റീപ്ലേസ് ചെയ്തും പറ്റും. ഞാനിവിടെ കാണിക്കുന്നത് ബോർഡ് ഫുള്ളായിട്ട് റീപ്ലേസ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ ശരിയാക്കിയെടുക്കാമെന്നാണ്. ആദ്യം നമുക്ക് കൊതുക് ബാറ്റിൻ്റെ കവർ അഴിച്ചെടുക്കാം. അതിനുവേണ്ടി മിക്ക കമ്പനികളുടെയും കൊതുക് ബാറ്റുകളുടെ എല്ലാം അഴിക്കണതെല്ലാം മെത്തേഡെല്ലാം സെയിം രീതിയിൽ തന്നെയായിരിക്കും. എൻ്റെ കയ്യിലുള്ള എൻ്റെ 6 സ്ക്രൂകളായിരുന്നു അഴിക്കാനുള്ളത്. സ്റ്റാർ ടൈപ്പ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചാണ് അഴിക്കേണ്ടത്. അതെല്ലാം ലൂസ് ചെയ്തെടുക്കണം. ഇതിൻ്റെ സ്ക്രൂ ഒക്കെ അഴിക്കുമ്പോൾ അതൊന്നും മിസ്സായി പോകാതെ സൂക്ഷിച്ചു വെക്കണം. നമ്മൾ ഈ ബാറ്റിൻ്റെ കവർ അഴിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ബാറ്റിൻ്റെ നെറ്റിലോ എല്ലാം സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും ഉപയോഗിച്ച് കപ്പാസിറ്ററിലുള്ള ചാർജ് ഡിസ്ചാർജ് ചെയ്ത ശേഷം വേണം അഴിക്കാൻ. കവർ അഴിച്ചെടുത്ത ശേഷം ബോർഡ് മിക്കതിൻ്റെയും തന്നെ സ്ക്രൂയിലാണ് ടൈറ്റ് ചെയ്തിരിക്കുന്നത്. ആ 2 സ്ക്രൂ ലൂസ് ചെയ്തെടുക്കണം. ചാർജ് പെട്ടെന്ന് തീരുന്നതാണെങ്കിൽ നമുക്ക് ബാറ്ററി മാറി വയ്ക്കാനും പറ്റും. ബാറ്ററിക്ക് 50 രൂപ 60 രൂപയൊക്കെയാണ്. പല ഷോപ്പിലും പല വിലയാണ്. ഇതിലുണ്ടായിരുന്ന ബാറ്ററി മാറിയിട്ട് പുതിയ ബാറ്ററി കുറച്ച് കാണും മുന്നേ വാങ്ങി വെച്ചതായിരുന്നു ഇത്. ബോർഡ് നമ്മൾ അതിൽ നിന്ന് അഴിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഫോണിലോ എല്ലാം ഫോട്ടോ എടുത്ത് വെക്കണം, മാറിപ്പോകാതെ കറക്റ്റായിട്ട് തന്നെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി. ബോർഡിൽ നിന്ന് ബാറ്ററിയുടെ 2 വയർ ആദ്യം വിടിയിപ്പിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ബാറ്റ് ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള AC-യുടെ 2 വയറും ഉണ്ട്. ആ 2 വയറും വിടിയിപ്പിച്ചെടുക്കണം. കൂടുതൽ കൊതുക് ബാറ്റുകളുടെയും ഈ മോഡൽ ബോർഡുകളായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ പുതിയ ബോർഡ് വാങ്ങാൻ ചെല്ലുമ്പോൾ കൊതുക് ബാറ്റിലേക്ക് സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്യണതിൻ്റെ ഹോളുകളുടെ അളവ് നോക്കിയിട്ട് വേണം വാങ്ങാൻ. പുതിയ ബോർഡ് വാങ്ങാൻ വേണ്ടി ഒന്നെങ്കിൽ നമുക്ക് ബോർഡ് അഴിച്ചുകൊണ്ട് പോയി കടയിൽ കൊണ്ട് കാണിച്ചോ, അല്ലെങ്കിൽ ബോർഡിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോയി കടയിൽ കൊണ്ട് കാണിച്ചോ വാങ്ങാവുന്നതാണ്. ഈ ബോർഡ് വാങ്ങിയപ്പോൾ 80 രൂപയായിരുന്നു വാങ്ങിയത്. പല സ്ഥലത്തും പല വിലയായിരിക്കും ചിലപ്പോൾ. ബാറ്റിലുണ്ടായിരുന്ന ബോർഡ് അഴിക്കാതെ തന്നെ പുതിയ ബോർഡ് വാങ്ങിക്കൊണ്ട് വന്ന് ഫിറ്റ് ചെയ്യാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. നമ്മൾ ആ പഴയ ബോർഡിൽ നിന്ന് അഴിച്ചെടുക്കണ ഓരോ വയറുകളും അതാത് സ്ഥാനത്ത് തന്നെ പുതിയ ബോർഡിലേക്ക് സോൾഡർ ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ ആദ്യം ഇതിലേക്ക് സോൾഡർ ചെയ്യാൻ പോകുന്നത് AC-യുടെ ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റുന്ന 2 വയറുകളാണ്. ഈ 2 വയറുകളും സോൾഡർ ചെയ്യുമ്പോൾ കറക്റ്റ് നോക്കി മാത്രമേ ചെയ്യാവുള്ളൂ. പുറത്തേക്കൊന്നും പോകാതെ കറക്റ്റ് അവിടെ തന്നെ വെച്ച് സോൾഡർ ചെയ്തെടുക്കണം. ഞാനിവിടെ ചെയ്യുന്നത് പഴയ ബോർഡിൽ നിന്ന് ഓരോ വയറുകൾ അഴിക്കുന്നതനുസരിച്ച് അതാത് സ്ഥലത്ത് തന്നെ പുതിയ ബോർഡിൽ സോൾഡർ ചെയ്യണം. അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ബാറ്ററിയുടെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള പോസിറ്റീവ് വയറാണ് സോൾഡർ ചെയ്യുന്നത്. രണ്ടാമതായി ചെയ്യാൻ പോകുന്നത് ബാറ്ററിയിലേക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള നെഗറ്റീവിൻ്റെ വയർ അഴിച്ചെടുത്ത ശേഷം പുതിയ ബോർഡിലേക്ക് വെച്ച് നെഗറ്റീവിൻ്റെ അവിടെ തന്നെ സോൾഡർ ചെയ്തെടുക്കണം. അടുത്തതായിട്ട് നമുക്ക് അഴിക്കാനുള്ളത് റെഡും ബ്ലാക്കും കളറിലുള്ള 2 വയറുകളാണ്. അതെല്ലാ ബാറ്റിലും കാണാറില്ല. LED ലൈറ്റ് എക്സ്ട്രാ ഉള്ള ബാറ്റുകളിലാണ് കാണുന്നത്. ഈ ബാറ്റിലായിരുന്നെങ്കിൽ ബ്ലൂ കളറിൽ തെളിയുന്ന ഒരു LED ഉണ്ടായിരുന്നു. അതിലേക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള 2 വയറുകളാണിത്. ഈ 2 വയറുകളും അഴിച്ചെടുത്തിട്ട് പുതിയ ബോർഡിലെ കറക്റ്റ് അതാത് സ്ഥലത്ത് തന്നെ സോൾഡർ ചെയ്ത് ഫിറ്റ് ചെയ്താൽ മതി. അടുത്തതായിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടിയുള്ളത് ബാറ്റിൻ്റെ ഫ്രണ്ടിലുള്ള നെറ്റിലേക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള 3 വയറുകളാണ്. അതിനുവേണ്ടി പഴയ ബോർഡിൽ നിന്ന് വൈറ്റ് കളറിലുള്ള വയറുകൾ 2 എണ്ണം അഴിച്ചെടുത്ത ശേഷം പുതിയ ബോർഡിൻ്റെ കറക്റ്റ് അതേ സ്ഥലത്ത് തന്നെ സോൾഡർ ചെയ്തെടുക്കണം. വൈറ്റ് കളറിലുള്ള 2 വയറുകളും ഒരുമിച്ച് വെച്ചാണ് സോൾഡർ ചെയ്യേണ്ടത്. ബ്ലാക്ക് കളറിലുള്ള വയർ ലെഫ്റ്റ് സൈഡിൽ വെച്ചും സോൾഡർ ചെയ്യണം. നമ്മുടെ ഈ ബാറ്റിന് മൊത്തം 3 ലെയർ നെറ്റുകളാണ് ഉള്ളത്. പുറമേ തന്നെ 2 ലെയർ നെറ്റുകളിലേക്കാണ് ഈ വൈറ്റ് കളറിലുള്ള വയറുകളുടെ കണക്ഷൻ കൊടുക്കുന്നത്. ബ്ലാക്ക് വയർ പോകുന്നത് സെൻറ്ററിലുള്ള നെറ്റിലേക്കുമാണ്. വയറുകളുടെ കണക്ഷൻ എല്ലാം കറക്റ്റായിട്ട് കൊടുത്ത ശേഷം നമുക്ക് സ്വിച്ച് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി ചെറിയ പീസ് പോലത്തെ സാധനമുണ്ട്, അതിങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ബാറ്ററിയുടെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി വിട്ടുപോയായിരുന്നു, അതിങ്ങോട്ട് നമുക്ക് സോൾഡർ ചെയ്തെടുക്കാം. അത് റെഡ് കളറുള്ള വയർ നേരെ ബാറ്ററിയുടെ പോസിറ്റീവ് ലെഗിലേക്കും ബ്ലാക്ക് കളറിലുള്ള വയർ നേരെ ബാറ്ററിയുടെ നെഗറ്റീവ് ലെഗിലേക്കും സോൾഡർ ചെയ്താൽ മതി. ഇനി നമ്മുടെ ബോർഡ് അതിലേക്ക് വെച്ച് ഫിറ്റ് ചെയ്യാൻ വേണ്ടി 2 സ്ക്രൂകളും ചെയ്ത് ടൈറ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ബോർഡ് മാറാതെ തന്നെ പോയ സാധനം മാത്രം നമുക്ക് കണ്ടുപിടിച്ച് മാറാനും പറ്റും. പക്ഷേ അതാകുമ്പോൾ ഈ സാധാരണക്കാർക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഇതുപോലെ വീഡിയോ ചെയ്തത്. എല്ലാം കറക്റ്റായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഒന്നും കൂടെ ചെക്ക് ചെയ്ത ശേഷം നമുക്ക് അതിൻ്റെ മുകളിലത്തെ കവർ അടച്ചെടുക്കാം. മുകളിലത്തെ കവർ വെച്ച ശേഷം ഇടയ്ക്കൂടെ വല്ലതും വയർ വല്ലതും പുറത്തേക്ക് വല്ലതും നിൽക്കേണ്ടതെന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത ശേഷം മാത്രമേ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യുകയുള്ളൂ. ഇനി സ്ക്രൂ എല്ലാം ഇട്ട് ടൈറ്റ് ചെയ്തെടുക്കാം. എല്ലാം ഫിറ്റ് ചെയ്ത ശേഷം നമ്മുടെ ബാറ്റ് ഒന്ന് ചാർജ് ചെയ്തിട്ടൊന്ന് ബാറ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ബാറ്റ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യണ്ടായിരുന്നു. ഇതുപോലത്തെ മോസ്കിറ്റോ ബാറ്റുകൾ ഇനി കംപ്ലൈൻ്റ് ആയാലും കളയണ്ട, ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കട്ടോ. അടുത്ത കിടിലം വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വന്നേക്കാം.